സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പന്ന ഗെയിം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പകുതി ആൾക്കാരും കള്ളക്കളി തന്നെയാണ് കളിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് ആര്യൻ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്, ഇങ്ങനെ മുട്ടും കുത്തിയിട്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ആര്യൻ എന്ന് പറയുന്നവൻ ഒന്നാം സ്ഥാനമാണെന്ന് പറയുന്നത് ഒരു ഗെയിം പോലും അവൻ മര്യാദയ്ക്ക് കളിച്ചിട്ടില്ല. ഫൗളില്ലാതെ ഒരു ഗെയിം പോലും അവൻ മര്യാദയ്ക്ക് കളിച്ചിട്ടില്ല. എല്ലാ ഗെയിമിലും കള്ളത്തരത്തിലൂടെ ഭയങ്കരമായിട്ട് മുന്നേറി എന്ന് പറയുന്ന ഈ ആര്യനെയാണെങ്കിൽ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് താക്കീത് ചെയ്യാത്തത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ ആര്യൻ എങ്ങനെ വേണമെങ്കിലും നിൽക്കുക. ആര്യൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇങ്ങനെ ചെരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും. അതുപോലെ തന്നെ അനുമോളാണെങ്കിൽ ഇങ്ങനെ കിടന്നിട്ടും, പിന്നെ നൂറയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അത് കൃത്യമായിട്ട് പറയാനോ നിർണ്ണയിക്കാനോ ഇവിടെ ആരുമില്ല. അത് ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതായത് അക്ബറിന്റെ വായിലൊക്കെ എന്ന് പറഞ്ഞാൽ ആര്യൻ ചെയ്തു കഴിഞ്ഞാൽ പഴമാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയും, ഇങ്ങനത്തെ ഗെയിം കൊടുത്തിട്ട് മനുഷ്യന്മാരെ പൊട്ടനാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് യുവമാർക്കൊന്നും കളി അറിയില്ലാന്നേ. ഇതെന്താ ചെയ്യേണ്ടത്, ഈ ബോൾ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവന്മാർക്ക് അറിയില്ല. അവന്മാർ ചുമ്മാ ഇങ്ങനെ എടുത്ത് ഇടുക. എല്ലാവരും കൂടിയിട്ട് ഒരാൾ ഔട്ടാക്കുകയല്ലേ വേണ്ടത്. അതിന് വേണ്ടിയിട്ടല്ലേ ബോൾ അവിടെ തന്നിന്. അതിന് പകരം എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്തെടുത്ത് ഇടുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാച്ചി മൂഡ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിവിൻ പല്ല് തേച്ചിട്ടില്ല, നിവിൻ തൂറിയ ചന്തയില്ല, നിവിൻ ആണെങ്കിൽ മറ്റേത് ചെയ്യത്തില്ല. ഇവരൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ അനുമോളോട് ചോദിച്ചോട്ടെ, ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ ഇങ്ങനെയല്ലായിരുന്നോ? അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ അടുത്ത് വന്ന് പിന്നെ അവൻ്റെ നടുവിൽ പോയി കിടക്കുന്നുണ്ട്. അതുപോലെ ഇവനാണെങ്കിൽ നിങ്ങളുടെ എല്ലാം നടുവിൽ വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണനെ പോലെ അവനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവനെ നിങ്ങൾ എന്തൊക്കെയോ തല്ലുന്നുണ്ട്, അടിക്കുന്നുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പിടിക്കുക ഇവിടെ പിടിച്ചു വലിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് പല്ല് തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, തൂറിയ ചന്തയില്ല, ഇതൊന്നും അറിയില്ലേ? ഇപ്പോഴും ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രമാണോ നിങ്ങൾക്ക് ഇതൊക്കെ മോശമായത്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആരും അങ്ങനെ വിളച്ചലെടുക്കണ്ട. അവിടെയുള്ള ഓരോ ആൾക്കാരെയും നമുക്കറിയാം, ഓരോ ആൾക്കാരുടെ ഗെയിം നമ്മൾക്കറിയാം, അവരുടെ മനസ്സിലിരിപ്പ് നമുക്കറിയാം. അവിടെ ഒരെണ്ണം പോലും ഡീസൻ്റ് ഒന്നുമില്ല. അതായത് അനുമോള് ഭയങ്കരമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്ന നെവിനെ ടാർഗറ്റ് ചെയ്യുന്ന അനുമോള്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനീഷ് ഉണ്ടല്ലോ, അവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അനീഷിനെ ഈ നെവിൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആദിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് ഈ നെവിൻ ആയിക്കഴിഞ്ഞാലും ശരി, പ്ലാച്ചി ആയിക്കഴിഞ്ഞാലും ശരി, നമ്മൾക്ക് ഒരാളോടും കൂറില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ അവസരം മുതലാക്കുന്ന ടീമുകളാണ്. അതായത് കൃത്യമായിട്ട് അസൂയയും കുശുമ്പും കൊണ്ട് നടക്കുന്ന ഒരു ടീം തന്നെയാണ് ഇവർ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് ഇപ്പോഴും പറയുകയാണ്, അയ്യോ നെവിൻ അങ്ങനെയാണ്, നെവിൻ ഇങ്ങനെയാണ്. നെവിനെ പറ്റിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു അഭിപ്രായമില്ല. അയാൾ എങ്ങനെ കളിച്ചു കഴിഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല, അയാൾ എന്ത് കളിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അയാളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും തമാശയായിട്ട് വിട്ടു. ആദ്യമൊക്കെ അയാൾ കട്ടെടുക്കുമ്പോഴെല്ലാവർക്കും ഒരു തമാശ, ഒരു കൊമേഡിയൻ, ആൾക്കാരെ രസിപ്പിക്കുന്നവൻ, രസിതയാദ്, എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ? എന്തൊക്കെയാ നിങ്ങൾ ചെയ്തു കൂട്ടിയത്? ഈ നെവിൻ എന്ന് പറയുന്നവൻ്റെ എല്ലാ കൊള്ളരായ്മകൾക്കും കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്ന് അവനെ കൊണ്ട് എല്ലാം ചെയ്യിച്ച്, അത് മാത്രവുമല്ല നിങ്ങളും കട്ടുനിന്ന്, നിങ്ങൾ ചപ്പാത്തി മുതൽ മുട്ട മുതൽ രാത്രി ഓരോരുത്തരും ആഹാരം വേണമെന്ന് പറയുമ്പോൾ അതുവരെ ഉണ്ടാക്കി കൊടുക്കുന്ന നിങ്ങൾ ഇപ്പോഴും പറയുകയാണ് നെവിൻ പല്ല് തേക്കാറില്ല, നെവിൻ കുളിക്കാറില്ല, നെവിൻ ജപിക്കാറില്ല എന്ന്. എവിടത്തെ മര്യാദയാണിത് അനുമോളെ? അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബോൾ തന്നിട്ട് എറിയേണ്ടവർ ചെയ്യുന്നത്, അതായത് അവരെന്താ കളിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഉള്ള കാര്യം പറയാലോ, ഈ ടിക്കറ്റ് ഫിനാലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരുത്തന്നെ നമ്മൾ ഔട്ടാക്കാനല്ലേ നോക്കേണ്ടത്. അതും കൂടുതൽ പോയിന്റ് ആർക്കാണ്? അവന്മാർ ഔട്ടാക്കാനല്ലേ നോക്കേണ്ടത്. ഇത് അതല്ല ചെയ്യുന്നത്. കൂടുതൽ പോയിന്റുള്ള നൂറേനെയൊക്കെ അവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇവന്മാർ പുറത്താക്കാൻ നോക്കുന്നത് ആരെയും അറിയാം, എറിയാൻ നോക്കുന്നത്. അവിടെയും പേഴ്സണൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞ ദേഷ്യമാണ് കാണിക്കുന്നത്. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, പേഴ്സണൽ ആയിട്ടുള്ള ദേഷ്യം നല്ലോണം കാണിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കുന്നുമില്ല. അതായത് ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾക്ക് ബോൾ തന്നിരിക്കുന്നത് ആ ദേഷ്യം മാറാനാണ്. അതായത് നല്ല രീതിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിടിവിട്ട് ഓടിക്കോളും. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവന്മാർ ഇതൊന്നും ചെയ്യാതെ ഇവന്മാർ അതിൻ്റെ അകത്ത് ബോളിങ്ങനെ നിറച്ചിട്ട് വെയിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കലാണ്. അതിലും നല്ലത് എന്ന് പറഞ്ഞാൽ വെളിയിൽ പോയിട്ട് ഒരു കല്ലുകൊടുത്ത് വന്നിട്ട് കാണിക്കുന്നതല്ലേ, അതിൻ്റെ അകത്ത് കാണിക്കുന്നതല്ലേ. അവിടെ കാണിക്കുന്ന മുഴുവൻ കളികളെന്ന് പറഞ്ഞാൽ ഫൗളാണ്. മുഴുവൻ കളികളും കൊളാക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഫിനാലൊന്നും വേണ്ടാതാനും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ചിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലേക്ക് ഒരു താല്പര്യമില്ല. ഷാനവാസ് ഒന്നും ഒരു ടിക്കറ്റ് ഫിനാലെയും അയാൾക്ക് വേണമെന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നെവിൻ എന്ന് പറയുന്നവനും അനുമോളും തമ്മിൽ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നെവിനും ഷാനവാസും തമ്മിൽ പേഴ്സണൽ ആയിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്ത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ബായി വായികളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ബായി വായികളാണ്. എന്നാൽ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ
ഏതെങ്കിലും അനീതിക്കെതിരെ ശബ്ദമുണ്ടാക്കിയിട്ടുണ്ടോ? അതൊട്ട് ശബ്ദമുണ്ടാക്കിയിട്ടുമില്ല. ആ അനീഷിനെ എന്ന് പറഞ്ഞാൽ പട്ടിയെ പോലെ ഒരുത്തി തല്ലി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അനീഷ് അനുഭവിച്ച ദുരിതങ്ങൾ, അതിനെ ഭക്ഷണം കൊടുക്കാതെ പട്ടിണി ഇട്ടു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴതിനെ മഴക്ക് നിർത്താൻ വേണ്ടി നോക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്നും ചോദിക്കാതെ അനുമോളാണോ അവിടെ വലിയ ആള്, അനുമോളാണോ അവിടെ വലിയ ആള്, അല്ലെങ്കിൽ ഷാനവാസ് ആണോ അവിടെ വലിയ ആള്? ഒരു തേങ്ങാക്കൊലിയല്ല. കാരണം യുവമാരൊക്കെ എന്ന് പറഞ്ഞാൽ കണക്കാ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവസരം കിട്ടിക്കഴിഞ്ഞാൽ യുവമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട്, അതായത് ഇവർ കമ്പനിയായിട്ട് അനീഷ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കോമണർ എന്ന് പറഞ്ഞ ഇതിൽ വന്ന ഒരാളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഏതെങ്കിലും ഒന്നിൽ ഇവന്മാർ ഇടപെട്ടിട്ടുണ്ടോ? ഇവന്മാർ ഇടപെടത്തില്ല. ഇവന്മാർക്ക് പ്രശ്നം വന്നപ്പോഴാണ് ഇപ്പോഴേ ആകമാനം, അയ്യോ എന്നെ നിവിൻ അങ്ങനെ ചെയ്തേ, അയ്യോ എന്നെ നിവിൻ എങ്ങനെ ചെയ്തേ, നിവിൻ പോയി പല്ലേച്ചിട്ട് വാടാ, പോയി പല്ലേച്ചിട്ട് വാടാ. എന്തൊരു ദുരന്തമാണ് ഇത്! ദുരന്തം എന്ന് പറഞ്ഞാൽ ഇത് മഹാദുരന്തമായിട്ട് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ. ബിഗ് ബോസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പറയും, ചില ആളുകൾക്ക് ഒന്നും പറയത്തില്ല. അതാണ് അവിടെ നടക്കുന്നത്. ഇപ്പോഴാ ആര്യനൊക്കെ ഇല്ല എന്താ പറയേണ്ടത്? ആര്യനൊക്കെ എന്നാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയണം. ആര്യ അങ്ങനെ നിൽക്കാൻ പാടില്ല, അത് പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ഷോ, ഏതെങ്കിലും ഒരു ഗെയിം ഉണ്ടോ ആര്യൻ മര്യാദയ്ക്ക് കളിച്ചത്? നിങ്ങളൊന്ന് പറ. ഏതെങ്കിലും ഒരു ഗെയിം പറഞ്ഞു തന്നാൽ മതി. ആര്യൻ കള്ളത്തരം കളിക്കാത്ത ഏതെങ്കിലും ഒരു ഗെയിം ഉണ്ടോ? അനീഷ് പറഞ്ഞത് എത്ര ശരിയാണ്. ഇവൻ കള്ളം തന്നെയാണ്. ഇവൻ കള്ളത്തരത്തിലൂടെ മാത്രം, ഇവൻ കള്ളൻ മാത്രമാണ് ഇവൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ആര്യൻ എന്ന് പറയുന്നവൻ ഒരു ഗെയിം പോലും ജയിച്ചിട്ടുമില്ല. പക്ഷെ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും പങ്കിടുന്നുണ്ടെങ്കിൽ അത് കള്ളക്കളിയിലൂടെ മാത്രമാണ്. ആ കള്ളക്കളി കളിക്കാൻ വേണ്ടിയിട്ട് ഇവനെ സഹായിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആര്യനോട് ഒരു അക്ഷരം ഒന്നും മിണ്ടിയിട്ടില്ല, ഇങ്ങനെ നിൽക്കരുത് എന്ന് പറയുന്നില്ല. അതുപോലെ ആര്യൻ എങ്ങനെ നിന്ന് കഴിഞ്ഞാലും നെവിനായാലും അക്ബറിനായാലും ഒരു കുഴപ്പമില്ല. അവൻ എങ്ങനെ വേണമെങ്കിൽ നിൽക്കട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റുള്ളവരുടെ പുറകെ പോകാം. ഇതാണ് ഇവരുടെ നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതെന്ന് പറയുന്നത് വേറും അൺഫെയർ ആയിട്ടുള്ള കളി തന്നെയാണ്. ഇതൊക്കെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ഗെയിം കൊടുക്കണം എന്നാണ് എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ഗെയിം കൊടുത്താലും ഇവറ്റ കളിക്ക് കളിക്കാൻ അറിയില്ല. ഇനി എന്ത് ഗെയിം കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാ ഓളാക്കേണ്ടത് നോക്കും. പ്രേക്ഷകരെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈറ്റിങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗെയിം പോലും മര്യാദയ്ക്ക് കളിക്കാതെ കള്ളക്കളിയിലൂടെ ജയിച്ചു പോകാൻ പറ്റുന്ന യവന്മാരെ പിന്നെ എന്ത് പേരാണ് വിളിക്കേണ്ടത്? അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെവിനും അതുപോലെ തന്നെ ഷാനവാസും പിന്നെ അനുമോളും ഇതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് അനീഷിന്റെ പ്രശ്നം വന്നപ്പോഴേ ഇവരൊക്കെ ചിരിച്ചുകൊണ്ട് നേരിട്ട ടീമുകളാണ്. എല്ലാവരും നെവിന് വേണ്ടിയിട്ടും അതുപോലെ അനുമോൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഷാനവാസിന് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കാൻ ആളുണ്ടായിരുന്നു. ഈ നമ്മുടെ അനീഷിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഇവന്മാർ തമ്മിലുള്ള ആ ഒരു കുടിപ്പക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇവന്മാർക്ക് ഇപ്പോഴും അനീഷിനോട് കുടിപ്പക തന്നെയാണ്. ആ പാപത്തിനാണെങ്കിൽ അത് മനസ്സിലാകത്തുമില്ല. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ആ ഒരു കളിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടാകും. ആര്യൻ എന്ന് പറയുന്നവൻ്റെ കള്ളക്കളി സഹിക്കവയ്യാതെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം.